ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്ത ദുക്തം ഗീതാമൃതം മഹത്. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലൂടെയാണ് ഭഗവാന്റെ ഗീതോപദേശം ആരംഭിക്കുന്നത്. നശ്വരമായ ശരീരത്തെക്കുറിച്ചും അനശ്വരനായ ആത്മാവിനെക്കുറിച്ചുമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും വർണ്ണിച്ചിരിക്കുന്നത്. ഈ അധ്യായത്തെ ശരിക്കും മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഞാൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നതാണ്. അയാൾക്കൊരിക്കലും മരണഭീതി ഉണ്ടാവുകയില്ല. ഇതിലെ തത്വങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും തരണം ചെയ്ത് ജീവിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറാൻ സാധിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തി മനസ്സിന് ശാന്തിയും സമാധാനവും തരുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായി എതിർ സൈന്യത്തിൽ യുദ്ധത്തിനായി അണിനിരന്നു നിൽക്കുന്ന തൻ്റെ ഗുരുക്കന്മാർ, പിതാമഹന്മാർ, ബന്ധുജനങ്ങൾ എന്നിവരോട് താൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ചിന്തിച്ച് അമ്പും വില്ലും താഴെ വെച്ച് വിഷാദഗ്രസ്തനായിരിക്കുന്ന അർജുനനെ തത്വചിന്താപരമായ ഉപദേശങ്ങളിലൂടെ ബോധവൽക്കരിച്ച് കർമ്മനിരതനാക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ. ശ്ലോകം 1. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. തം തഥാ കൃപയാ ആവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തം ഇദം വാക്യം ഉവാച മധുസൂദനഃ. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, തഥാ അപ്രകാരം, തം അവനോട്, അതായത് അർജുനനോട്, കൃപയാവിഷ്ടം കൃപയാൽ ആവിഷ്ടനായി, അശ്രുപൂർണാകുലേക്ഷണം അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടുകൂടിയ, വിഷീദന്തം വിഷമിച്ചിരിക്കുന്ന, ഉവാച പറഞ്ഞു, മധുസൂദനൻ കൃഷ്ണൻ. മധു എന്ന അസുരനെ വധിച്ചതുകൊണ്ട് കൃഷ്ണൻ മധുസൂദനൻ എന്ന് അറിയപ്പെടുന്നു. സഞ്ജയൻ പറഞ്ഞു, അപ്രകാരം കാരുണ്യഗ്രസ്തവും അശ്രുപൂർണവും വ്യാകുലത നിറഞ്ഞതുമായ കണ്ണുകളോടുകൂടി വിഷാദവിവശനായ അർജുനനോട് മധുസൂദനൻ ഇപ്രകാരം പറഞ്ഞു. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ഹരി ഓം.